ഇപ്പോൾ ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം മിനിസ്റ്റർ. ഇപ്പോൾ ഈ വിയോഗ വാർത്ത വരുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ അങ്ങുണ്ട്. ജെ.സി. ഡാനിയൽ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ദൃശ്യങ്ങളാണെന്ന് തോന്നുന്നു. അന്ന് അദ്ദേഹം കുറച്ച് അവശനായാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അങ്ങേക്ക് അറിയാമായിരുന്നു എന്ന് കരുതുന്നു. പറയൂ, അദ്ദേഹത്തെക്കുറിച്ച് എങ്ങനെയാണ് അങ്ങേക്ക് ഓർമ്മിക്കാനുള്ളത്? മലയാള സിനിമയെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ അടയാളപ്പെടുത്തിയ കേരളത്തിന്റെ മികച്ച കലാകാരനായിരുന്നു ഷാജി എൻ കരുൺ സാർ. അതുപോലെ 40ഓളം ചിത്രങ്ങളുടെ ഛായാഗ്രഹനാണ് ഷാജി സാർ. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, ജി അരവിന്ദന്റെ ക്യാമറാമാൻ എന്ന നിലയിൽ മലയാളത്തിലെ നവതരംഗ സിനിമയ്ക്ക് സർഗാത്മകമായ ഊർജം പകർന്ന ഒരു കലാകാരനായിരുന്നു. നമ്മൾ കാണേണ്ട പക്ഷേ 70ഓളം ചലച്ചിത്രമേളകളിൽ പ്രദർശിക്കപ്പെടുകയും 31 പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത പിറവി. ആ പിറവി എന്ന സിനിമ കാൻ ചലച്ചിത്രമേളയിൽ പാംദോറിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്വം, കാനിൽ ഔദ്യോഗിക വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച വാനപ്രസ്ഥം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അന്തർദേശീയ തലത്തിൽ മലയാള സിനിമയ്ക്ക് അഭിമാനകരമായ അംഗീകാരങ്ങൾ നേടിത്തന്ന ഒരു മഹാനായ കലാകാരനായിരുന്നു ഷാജി കരുൺ സാർ. ഇപ്പോ അങ്ങ് ചോദിച്ച പോലെ തന്നെ ഏറ്റവും അവസാനം അദ്ദേഹം പരമോന്നത ചലച്ചിത്ര പുരസ്കാരം കേരള സർക്കാരിന്റെ ഏറ്റുവാങ്ങാനായി എത്തി. ആ പുരസ്കാര ചടങ്ങിൽ അദ്ദേഹം ആരോഗ്യപരമായി പ്രയാസപ്പെട്ടിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിനെ അറിയിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. നേരിട്ട് അവിടെ ഞങ്ങൾ എത്തിക്കാം. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എത്ര പ്രയാസമാണെങ്കിലും നേരിട്ട് വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏറ്റുവാങ്ങണം. അങ്ങനെയാണ് അദ്ദേഹം അവിടെ എത്തിയത്. ആദ്യ അവസാനം അദ്ദേഹം ഇരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു. ആ ഒരു വേദിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പറ്റി പറഞ്ഞ അഭിപ്രായ പ്രകടനം വളരെ പ്രധാനമാണ്. അപ്പൊ ആ നിലയിൽ ജെ.സി. ഡാനിയൽ അവാർഡായിരുന്നു ഏറ്റവും അവസാനത്തെ ചടങ്ങ്. തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം നമ്മുടെ ആശുപത്രിയിലേക്ക് പോവുകയാണ് ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു സ്നേഹനിധിയായ ജ്യേഷ്ഠ സഹോദരൻ എന്ന് വേണം പറയാം. ഈ 4 വർഷക്കാലം സത്യത്തിൽ KSFDCയുടെ ചെയർമാൻ എന്ന നിലയിൽ ഇത്ര ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പ്രവർത്തിച്ച ഒരു ആളിനെ, ഒരു ഭരണകർത്താവ്, ഒരു അഡ്മിനിസ്ട്രേറ്റർ, ഒരു കാര്യത്തിന് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ ഒരു വലിയ വിഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഏത് കാര്യം ചെയ്യുമ്പോഴും അത് ലോകോത്തര നിലവാരത്തിലായിരിക്കണം ചെയ്യേണ്ടത്. പലപ്പോഴും പല കാര്യങ്ങളും ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്നോട് പറയും, മിനിസ്റ്ററെ, അത് നമ്മൾ ലോകോത്തര നിലവാരത്തിൽ, ഉദാഹരണം പറയാം, നമ്മുടെ ക്യാമറകളെല്ലാം കൂടി കേരളത്തിൽ കൊണ്ടുവന്ന്, ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ക്യാമറകളെല്ലാം കൊണ്ടുവന്ന് കേരളത്തിൽ പ്രദർശനം നടത്തണം എന്നൊരു ആശയം സാറ് മുന്നോട്ട് വെച്ചു. ഞാൻ അതിനെ പിന്തുണച്ചു. അപ്പോൾ ഞാൻ പിന്തുണച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ക്യാമറ ഉൾപ്പെടെയുള്ള സാങ്കേതിക മേഖലയിലെ എക്യുപ്മെന്റ്സ് എല്ലാം വരുമ്പോൾ ലോകത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള എല്ലാം കൊണ്ടുവരണം, അതിന് നല്ല പൈസ ചിലവാകും. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, സാറിന് വേണ്ടി. അത് ട്രിവാൻഡ്രത്ത് കൊണ്ടുവന്നത് പ്രദർശിപ്പിച്ചു. എനിക്കൊന്നും ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് അത് ചെയ്തിട്ടില്ല. ആ പ്രദർശിപ്പിച്ച ആ ഒരു പരിപാടി മലയാള ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വലിയ തരത്തിലുള്ള ഒരു പ്രയോജനം ഉണ്ടായി, ഒരു വലിയ ഒരു ഗുണമുണ്ടായി. ഇപ്പൊ തിയേറ്ററുകളുടെ നിർമ്മാണം, അദ്ദേഹത്തിൻ്റെതായ ഒരു കരസ്പർശമുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്തെ കൈരളി തിയേറ്റർ നവീകരണം, അദ്ദേഹത്തിന്റെ ഒരു കരസ്പർശം പൂർണ്ണമുണ്ട്. തൃശ്ശൂര്, ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഒരു കരസ്പർശം. ഇപ്പൊ ഏറ്റവും അവസാനം ഏറ്റവും സന്തോഷമായിട്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. 150 കോടി. അതിലൊരു 80 കോടിയുടെ വർക്ക് ഇപ്പോൾ പൂർത്തീകരണ ഘട്ടത്തിലാണ്. എനിക്ക് ഏറ്റവും സങ്കടം, അത് പൂർത്തീകരിച്ചതിന് ശേഷം അതിന്റെ ഉദ്ഘാടന ചടങ്ങിലൂടെ ഷാജി സാർ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു എന്ന് ഞാനിപ്പോൾ സത്യത്തിൽ ആലോചിക്കുകയായിരുന്നു. അതിനകത്തെല്ലാം അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു വിഷനുണ്ട്. ലോകോത്തര നിലവാരത്തിലായിരിക്കണം കേരളത്തിലെ ചലച്ചിത്ര രംഗത്ത് എല്ലാം ചെയ്യാൻ. ഇപ്പൊ അന്തർദേശീയ ചലച്ചിത്രമേള ഏറ്റവും ലോകോത്തര നിലവാരത്തിൽ സംഘടിപ്പിക്കാൻ ഓരോ വർഷവും പുതിയ ആശയങ്ങളുമായിട്ടാണ് പുള്ളി വരുന്നത്. അപ്പൊ അത്രമാത്രം മികച്ച ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു, ഒരു കലാകാരനായിരുന്നു. സിനിമയെ ഇത്രയും സ്നേഹിച്ചിട്ടുള്ള അപൂർവ ആളുകളിൽ ഒരാളാണ് വേണം അദ്ദേഹത്തിന്. ഇത്രമാത്രം സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചു, സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. ഒന്നും തന്റെ താല്പര്യങ്ങൾക്ക് അപ്പുറം മലയാള സിനിമയുടെ താല്പര്യങ്ങൾ, കലാകാരന്മാരുടെ താല്പര്യങ്ങൾ, ഒരു ഗവൺമെന്റിനെ ഏറ്റവും വിശ്വസിച്ച് ഒരു ചുമതല ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ. തീർച്ചയായിട്ടും 4 വർഷം അദ്ദേഹത്തോടൊപ്പമുള്ള എന്റെ അനുഭവങ്ങൾ വെച്ച് പറഞ്ഞാൽ ഒരു മൂത്ത സഹോദരനെ നഷ്ടപ്പെട്ടു. കേരളത്തിലെ ചലച്ചിത്ര രംഗത്ത് വലിയൊരു നഷ്ടം, അത് പരിഹരിക്കാൻ കഴിയാത്ത അപ്പുറത്തേക്ക് ഒരു നഷ്ടം. പിന്നെ ഏറ്റവും സ്വാധീനായിരുന്നു, ഏറ്റവും മാന്യനായിരുന്നു, എത്ര വലിയ വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് പറയാൻ പറ്റും, അത്ര വലിയ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. വലിയൊരു നഷ്ടമാണ് നമ്മളെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തിന്റെ
കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്, ഇവരോടൊപ്പം പങ്കുചേരുകയാണ്. സാംസ്കാരിക വകുപ്പിന് വേണ്ടിയും ഗവൺമെന്റിന് വേണ്ടിയും അഗാധമായ ഹൃദയത്തിൽ ചേർത്ത് നിർത്തി ഞാൻ അനുശോചന ദുഃഖ ഈ അവസരം അറിയിക്കുകയാണ്. നന്ദി മിനിസ്റ്റർ. മന്ത്രി സജി ചെറിയാനാണ് ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചത്. സിനിമാ മേഖലയിൽ മാത്രമല്ല, സിനിമയ്ക്ക് പുറത്തും അദ്ദേഹം കരുതലോടെ പ്രവർത്തിച്ചു. അതുപോലെ ഒരു വിശാല വീക്ഷണത്തോടെയാണ് ഓരോ കാര്യങ്ങളും അദ്ദേഹം ചെയ്തത്. അതിനൊക്കെ മുന്നിൽ നിൽക്കാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. ഇത്തരം വിവരങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. ഒപ്പം തന്നെ ഈ ലോകോത്തര നിലവാരമുള്ളത് സിനിമകളാകട്ടെ, സിനിമയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യവും ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് അത്രയ്ക്ക് വിശാലമായിരുന്നു. വിശാലമായൊരു ക്യാൻവാസായിരുന്നു അദ്ദേഹം ഏതു പ്രവൃത്തിയിലും കണ്ടിരുന്നത്. അതിപ്പോൾ പുതുതലമുറയ്ക്ക് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു ചലച്ചിത്ര വിദ്യാഭ്യാസ പാഠശാല എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലായിരുന്നു അവരുടെ ആ ഒരു പ്രതിഭ. എത്രയെത്ര സിനിമകൾ ചെയ്തിരുന്നു, കലാമൂല്യമുള്ള സിനിമകൾ ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ഈ 3 ചിത്രങ്ങളുടെ പേരുകൾ മാത്രം മതി, അദ്ദേഹത്തിൻ്റെ പേരുകൾ: പിറവി, സ്വം, വാനപ്രസ്ഥം. ഈ ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ്. എത്രയോ ചിത്രങ്ങൾ മറ്റുള്ളതുണ്ട്. എത്രയോ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. അപ്പോൾ ആ രീതിയിൽ എങ്കിൽ പോലും വളരെ സൗമ്യനായി കൃത്യമായി കാര്യങ്ങൾ നൽകി. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ പോലും ഒഴിവാക്കാനാകാത്ത പരിപാടികളിലൊക്കെ തന്നെ അദ്ദേഹം നേരിട്ട് പങ്കെടുക്കുന്നു. ആ രീതിയിലും എല്ലാവരും സ്നേഹിച്ചിരുന്ന ഒരു സംവിധായകൻ. മലയാള ചലച്ചിത്രത്തിന് ശരിക്കും പറഞ്ഞാൽ മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് മാത്രമല്ല, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തിനെല്ലാം ഒരു നഷ്ടമാണ്. അത്രയ്ക്ക് പ്രതിഭാധനനായ ഒരു സംവിധായകനെ, ഛായാഗ്രാഹകനെയാണ് നമുക്ക് നഷ്ടമായത്.